ശീമോനോ ഇടയന്മാർക്കുടയോൻ ചൊന്ന നിന്നിൽ ഞാൻ ഭരമേൽപ്പിച്ചതു നീ എങ്ങനെ ചെയ്യും സൂക്ഷിക്കാം കേടും ശണ്ഠയുമേശാതെ വീരോടിടവക കാത്തിടുക വിധിയിൽ കൈതവമില്ലാത്ത ന്യായാധിപകർത്തൻ മുൻപിൽ ചെന്നു കണക്കേൽപ്പിക്കണം. ബന്ധനവും മോചനവും ചെയ്യുവാൻ നിങ്ങൾക്കഖിലേശൻ തന്ന ഉന്നതമാം കഹനൂസ സ്ഥാനം കഹനകളെങ്ങനെ കാത്തിടും പിൻമണ്ണുലകുകൾ തൻ താക്കോൽ ദത്തമതായി നിങ്ങൾ പക്കൽ ദൈവഹിതം കാത്തിടുമെങ്കിൽ നിങ്ങൾ ധന്യരതായി പോകും. മണിയറയിൽ കർത്തൻ കൂടെ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. 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 എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ
എൻ ദൈവമേ നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. അഭിവന്യ ഇടവക മെത്രാപ്പോലീത്ത തിരുമേനി, വന്യ കോറോപ്പിസ്കോപ്പ അച്ഛൻ, ബഹുമാനപ്പെട്ട സഹപട്ടക്കാരെ, ശമാശന്മാരെ, കോറോയ സ്ഥാനാർത്ഥികളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ സമൂഹമേ, ഇന്ന് ബാംഗ്ലൂരിലുള്ള സഭയുടെ ഈ മിഷൻ സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആകുന്നു എന്ന് പറയുന്നതിൽ അല്പവും അതിശയോക്തിയില്ല. കാരണം കഴിഞ്ഞ ഇതിന്റെ 9 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വൈദിക സ്ഥാനാർത്ഥികളാകുവാൻ തക്കവണ്ണം ഒരുങ്ങുന്നതായ ആളുകൾക്ക് പട്ടത്ത ശുശ്രൂഷയിലേക്കുള്ള പദവി നൽകി ആദരിക്കുവാൻ തക്കവണ്ണം അഭിവന്യ ഇടവക മെത്രാപ്പോലീത്ത തിരുമേനി ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. ഈ തെരഞ്ഞെടുപ്പ് ഈ സ്ഥലത്തിനുള്ള അഭിവന്യ തിരുമേനി കൽപ്പിക്കുന്നതായുള്ള പ്രാധാന്യവും ഈ ദേശത്ത് മുഖാന്തരം നടക്കുന്ന ശുശ്രൂഷകളുടെ അംഗീകാരവുമായി ഞാനിത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ശുശ്രൂഷ ഇവിടെ വെച്ച് നടത്തുവാൻ തക്കവണ്ണം അഭിവന്യ ഇടവക മെത്രാപ്പോലീത്ത തിരുമേനി മുൻകൈയെടുത്ത് തീരുമാനമെടുത്ത് അറിയിച്ചതിൽ ഈ മിഷൻ സെന്ററിനും ഈ മിഷൻ സെന്ററിനോട് ചുമതലപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ഭദ്രാസനത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള സന്തോഷവും നന്ദിയും ആദ്യമേ അറിയിക്കട്ടെ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ ഇന്ന് വൈദിക സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന 2 ആളുകളെയും പരിചയപ്പെടുത്തുക എന്നാണ്. പുരോഹിതൻ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും മുൻപേ നടക്കുന്നുവെന്ന പദം പലപ്പോഴും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ജനത്തിന് മുമ്പായി നടക്കുന്നവൻ, നിരപ്പിക്കുന്നവനൊക്കെ എന്നൊക്കെ അർത്ഥം അതിന് നൽകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് നൽകുന്നതായ ദൈവവിളിയുടെ പരസ്യമായിട്ടുള്ള അംഗീകാരവും അക്നോളജ്മെന്റുമായി ഈ പദവിയെ നാം മനസ്സിലാക്കേണ്ടതാണ്. സുറിയാനി സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ദൈവത്താൽ നൽകപ്പെട്ട നൽവരം പുരോഹിതന്മാർ മേൽപ്പട്ടക്കാരാൽ സ്ത്രീഹന്മാർ മുഖാന്തരം ലഭിച്ചതായ ഈ വലിയ പദവിയിലേക്ക് കാലാകാലങ്ങളിൽ ജനങ്ങളെ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വിളി മനസ്സിലാക്കുന്ന ആളുകൾക്ക് നൽകുന്നതായിട്ടുള്ള സുലഭമായിട്ടുള്ള പദവിയായി ഇതിനെ നാം മനസ്സിലാക്കുകയാണ്. ഒന്നാമതായി എനിക്ക് ഈ സമയം ഓർപ്പിക്കുവാനായിട്ടുള്ളത് ഈ പട്ടത്ത പദവി ദൈവത്താൽ വിളിക്കപ്പെട്ടതായ പദവിയാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ടവനല്ലാതെ ആരും ഈ പദവി സ്വയമായി ഏറ്റെടുക്കുന്നില്ല. അതിന് തുടർന്നുള്ള വായനയിലൂടെ നാം മനസ്സിലാക്കുകയാണ്. ദൈവത്താൽ വേർതിരിക്കപ്പെട്ട വിളിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെതായ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അനുസരണത്തോടെ അടുത്തു വരുന്നതായ ആളുകൾക്ക് ദൈവം നൽകുന്ന നൽവരം ഇപ്പോൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടതായ 2 സഹോദരന്മാർക്ക് ഇവിടെ നൽകപ്പെടുന്നു എന്നുള്ളത് സഭയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹകരമായിട്ടുള്ള മുഹൂർത്തമാണ് എന്ന് പറയണം. മനുഷ്യരെ ദൈവവുമായിട്ടുള്ള ഇവിടെ പ്രവർത്തിച്ച ഇപ്പോൾ കൽക്കട്ട ബിഷപ്സ് കോളേജിൽ BD പഠനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ PV ഇറ്റി, അതുപോലെ ഏലിയാമ്മയുടെ മകനായി 24 വയസ്സുള്ള അദ്ദേഹം ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയിൽ ഗ്രാജുവേറ്റ് ആണ്. അദ്ദേഹം കുമ്മനം സെന്റ് ജോർജ് ഇടവക അംഗം കൂടിയാണ്. അതുപോലെ തന്നെ പൊൻകുന്നം സെന്റ് തോമസ് ചർച്ചിലും അതുപോലെ തന്നെ ഈ മിഷൻ സെന്ററിലും വൈദിക പഠനത്തിന് മുൻപായി അഭിവന്യ തിരുമേനി നിശ്ചയിച്ചിട്ടുള്ളതായ പരിശീലനങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ തിയോളജിക്കൽ സ്റ്റഡീസിന്റെ പരിപൂർണതയിലേക്ക് പ്രവേശിക്കുന്ന ഫെബിൻ ഈ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അർഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മാത്രമല്ല, എന്റെ വ്യക്തിപരമായിട്ട് അനുഭവത്തിൽ വളരെ അധികം നിസ്വാർത്ഥമായി, വളരെ ആക്റ്റീവായി, വളരെ യാതൊരു ടെൻഷനുമില്ലാതെ എല്ലാ ശുശ്രൂഷകളും വളരെ ഭംഗിയായി ചെയ്യുവാൻ സമർപ്പിതമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ ഈ സമയം ഓർക്കട്ടെ. അദ്ദേഹം 1 വർഷക്കാലം ഇവിടുത്തെ ശുശ്രൂഷയിൽ എന്നോടൊപ്പം പങ്കെടുത്തു. ആ 1 വർഷക്കാലം എല്ലാ കാര്യങ്ങളും വളരെ ഉത്സാഹത്തോടുകൂടെ, വളരെ ഉന്മേഷത്തോടുകൂടെ, യാതൊരു കാര്യത്തിനും നോ എന്നൊരു വാക്ക് പോലും പറയാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളത് എന്റെ എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം ഈ കോറിയോ സ്ഥാനം നൽകുന്നതിൽ ഈ മിഷൻ സെന്ററിലെ ആളുകൾക്ക് ഈ
ഇതിനോട് ബന്ധപ്പെട്ട സകലർക്കും സന്തോഷവും ഏറ്റവും അനുഗ്രഹകരമായ അനുഭവമാണ്. അദ്ദേഹത്തിന്റെ സാമീപ്യം കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് എനിക്കും കുടുംബത്തിനും ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അനുഗ്രഹകരമായിട്ടുള്ള അനുഭവമായിരുന്നു എന്ന് ഈ സമയം ഓർക്കട്ടെ.